ദൈവത്തിന് സ്തോത്രം. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എപ്പേർപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവവചനത്തിൽ നിന്നും 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഗലാത്യർ 5:25. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. 2 ജീവിത രീതികളെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഒന്ന്, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. 2, ജഡത്തെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്നതായ ജീവിതം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൺട്രോളിലുള്ളതായ ജീവിതമാണ് ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതം. അവിടെ സ്വന്തമായ ഇഷ്ടങ്ങളില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനൊത്തുള്ളതായ ജീവിതം. അതാണ് ആത്മാവിനെ അനുസരിച്ചുള്ളതായ ജീവിതം. ജഡത്തെ അനുസരിച്ചുള്ള ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതമാണ്, സ്വയ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ജഡമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലില്ലാത്ത ഒരു മനുഷ്യൻ്റെ ശരീരവും മനസ്സും ഉൾപ്പെടുന്നതാണ് ജഡമെന്ന് പറയുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ജഡശരീരമെന്നും ജഡമനസ്സെന്നും പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തതായ ശരീരവും ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തതായ മനസ്സും ദേഹവും ദേഹിയുമാണ് ജഡമെന്ന് പറയുന്നത്. ജഡത്തെ അനുസരിച്ചുള്ള ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടാത്ത സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതം. വേദപുസ്തകത്തിൽ അതിന് ഇരുട്ടിൽ നടക്കുക എന്ന് പറയും. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതായ ജീവിതം. ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വെളിച്ചത്തിൽ നടക്കുന്ന ജീവിതം, ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നതായ ജീവിതം, യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുന്നതായ ജീവിതം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും നടക്കുന്നതായ ജീവിതം. സഭാപിതാക്കന്മാർ അതിനെ ശരണത്തിലുള്ള ജീവിതം എന്ന് പറയും. ദൈവത്തിൻ്റെ കൃപയിലുള്ള ജീവിതം, ദൈവത്തിൻ്റെ കൃപയ്ക്ക് അധീനമായ ജീവിതം, അതാണ് ദൈവത്തോടു കൂടെയുള്ള ജീവിതം, ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതം. മനുഷ്യന് മാത്രമേ ദൈവം ആത്മാവിനെ തന്നിട്ടുള്ളൂ, മറ്റൊന്നിനും ആത്മാവില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ ജീവശ്വാസമാണ് മനുഷ്യൻ്റെ ആത്മാവ്. ഈ ജീവശ്വാസം ദൈവാത്മാവല്ല, അതാണ് മനുഷ്യൻ്റെ ആത്മാവ്. സെഖറിയാ പ്രവചനം 12:1 നാം വായിക്കുന്നുണ്ട്, ദൈവം ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തു. സദൃശവാക്യങ്ങളിൽ 20-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ മനുഷ്യാത്മാവിനെ ദൈവത്തിൻ്റെ ദീപം എന്നാണ് പറയുന്നത്. എന്തിനാണ് മനുഷ്യന് മാത്രം ദൈവം ആത്മാവിനെ കൊടുത്തത്? ദൈവത്തെ അറിയാൻ, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യന് മാത്രം ആത്മാവിനെ കൊടുത്തത്. ദൈവം ആത്മാവാണ്, ആത്മാവും തമ്മിൽ മാത്രമേ സമ്പർക്കമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആദിമ മനുഷ്യരായ ആദാമും ഹവ്വായും ദൈവാത്മാവിൽ ജീവിച്ച മനുഷ്യരായിരുന്നു, ദൈവത്തോട് കൂടെ ജീവിച്ചവരായിരുന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്നതിന് പകരം ദൈവത്തിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്നതായ ജീവിതമായിരുന്നു ആദാമിൻ്റെയും ഹവ്വയുടെയും. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വസിച്ചിരുന്നു. അവർ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോടുള്ള സംസർഗത്തിൽ നടന്നു. അവരുടെ ഉള്ളിലെ ആത്മാവ് ജീവനുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ ദീപം അവരുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആദാം ഹവ്വയും
ദൈവത്തോടുള്ള അനുസരണം വിട്ട് പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ നിന്നും മാറിപ്പോയി. മനുഷ്യാത്മാവ് മരിച്ചുപോയി. ആത്മാവിൻ്റെ ദീപം കെട്ടുപോയി എന്ന് നാം വായിക്കുന്നുണ്ട്. അതോടുകൂടി ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു എന്ന് നാം റോമർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ സകല മനുഷ്യരിലേക്കും പാപം വ്യാപരിച്ചു. ആദാമിൻ്റെ ഏക ലംഘനം മൂലം അനേകർ പാപികളായി തീർന്നു. അങ്ങനെ പാപത്തിൻ്റെ അധിപതിയായ പിശാച് മനുഷ്യ ഹൃദയങ്ങളിൽ പാപം വിതച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. ലോകം പിശാചിൻ്റെ അടിമത്തത്തിലായി തീർന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലായിത്തീർന്നു എന്ന് നാം വേദോസത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ പാപത്തിന് അടിമപ്പെട്ടതായ മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട്, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. യേശുക്രിസ്തു സകല ജാതിയുടെയും സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷ കാൽവർ ക്രൂസിൽ ഏറ്റുവാങ്ങി പാപത്തിന് പരിഹാരം വരുത്തി. യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. പിതാവിൻ്റെ അടുത്ത് ചെന്ന് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് ചോദിച്ചു വാങ്ങി നമുക്ക് പകർന്നു തന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മരിച്ച മനുഷ്യാത്മാവിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ജീവൻ പ്രാപിക്കുന്നത്. അതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്, മാനസാന്തരം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി വസിച്ചുകൊണ്ട് നമ്മെ നിയന്ത്രിക്കുന്ന ജീവിതമാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തെ അനുസരിച്ചുള്ള ജീവിതം, അതാണ് ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നതായ ജീവിതം. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന് മക്കളാകുന്നു എന്നാണ് നാം വായിക്കുന്നത്. ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം വന്നാൽ ഈ ആത്മാവ് മരിച്ചു പോകും. ദൈവത്തിൻ്റെ ആത്മാവ്, ജീവൻ്റെ ആത്മാവ് നമ്മിൽ നിന്നും ഇറങ്ങിപ്പോകും. ആത്മാവ് മരിച്ചു പോകാൻ ഏക കാരണമെന്ന് പറയുന്നത് പാപം മാത്രമാണ്. അങ്ങനെ പാപം നാം വീണ്ടും ചെയ്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മാറിപ്പോയി നാം വീണ്ടും ജീവനില്ലാത്തവരായിത്തീരും, ആത്മാവിൽ ജീവനില്ലാത്തവരായിത്തീരും. അപ്പോൾ പിന്നെ നാം ജീവിക്കുന്നത് ജഡത്തെ അനുസരിച്ചുള്ള ജീവിതമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ചുള്ളതായ ജീവിതം, പിശാചിനെ അനുസരിച്ചുള്ളതായ ജീവിതം. ഇംഗ്ലീഷ് വേദോസത്തിൽ അത് യു വെയർ ഒബീഡിയൻറ്റ് ടു ഡെവിൾ ആൻഡ് അണ്ടർ ഹിസ് കൺട്രോൾ എന്നാണ് എഫേസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജഡത്തിൽ ജീവിക്കുന്നവൻ, ജഡത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവൻ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ എത്ര നല്ലവനായാലും, എത്ര സൽസ്വഭാവമായാലും, എത്രമാത്രം നന്മ പ്രവൃത്തികൾ ചെയ്താലും അവൻ ജഡീകനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജഡത്തിൻ്റെ അഭിലാഷം ആത്മാവിനും, ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. അവ തമ്മിൽ പ്രതികൂലമല്ലോ എന്നാണ് നാം വീണ്ടും വചനത്തിൽ വായിക്കുന്നത്. നാം ആത്മാവിനെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ? നാം ജീവനുള്ളവരാണോ? നാം വെളിച്ചത്തിലാണോ നടക്കുന്നത്? നാം കൃപയ്ക്ക് അധീനരാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? ദൈവത്തിൻ്റെ വചനം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് വായിക്കുന്ന പോലെ ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കും, നമ്മളെ അഭ്യസിപ്പിക്കും, നമ്മളെ പഠിപ്പിക്കും. യേശുക്രിസ്തു പറഞ്ഞതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തും. ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും എന്നാണ് നാം വായിക്കുന്നത്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സന്തോഷം, അതിൻ്റെ സമാധാനം, അതിൻ്റെ ശാന്തത, അതിൻ്റെ ആശ്വാസം
നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. വീണ്ടും നമുക്ക് പത്രോസിലായ ലേഖനം 2 പത്രോസ് 2:19 വായിക്കാം. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. റോമർ 7:14 കൂടെ വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ ദാസനാകുന്നു എന്നാണ് നാം വേദോസിൽ വായിക്കുന്നത്. പാപത്തിൻ്റെ അടിമത്വത്തിലാണ് ആത്മാവില്ലാത്ത മനുഷ്യൻ. ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്വത്തിലാണ്. യജമാനൻ പാപം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ പാപത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പാപത്തിന്മേൽ നമുക്ക് ജയമുണ്ട്. ആത്മാവിനാൽ മാത്രമേ പാപത്തെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. പാപത്തിനുള്ള സ്വാതന്ത്ര്യം. വീണ്ടും 1 യോഹന്നാൻ 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവൻ പാപം ചെയ്യുകയില്ല. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുമെന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പാപബോധം കാണും. എപ്പോഴും തകർന്നതും നുറങ്ങിയുമായ ഹൃദയം നമുക്ക് കാണും. ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ ഏറ്റവും താഴ്മയോടെ, ഏറ്റവും വിനയത്തോടെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, കർത്താവേ എന്നിൽ നന്മയില്ല, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല എന്നുള്ള നമ്മുടെ ഹൃദയത്തിൽ എളിമയോടെ ഏത് സമയത്തും ദൈവസന്നിധിയിൽ നമുക്ക് ചെല്ലുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ച് ബോധം നൽകുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തും. തീമോഥെയോസ് ലേഖനത്തിൽ 2 തീമോഥെയോസ് 1:7 നാം വായിക്കുന്നുണ്ട്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ആത്മാവ് നമ്മിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം മാറിയിരിക്കും. അങ്ങനെയാണ് നാം വായിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം മാറിയിരിക്കും, നമ്മുടെ ചിന്തകൾ മാറിയിരിക്കും, നമ്മുടെ ചിന്താഗതികൾ മാറിയിരിക്കും. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടും. സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം എന്നീ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്നും സ്വാഭാവികമായിട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കും. ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ആത്മാവ് ചെയ്യുന്ന ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ആത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തും, നമ്മളെ വിശുദ്ധീകരിക്കും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്, ആത്മാവ് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കും. അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ജഡസ്വഭാവത്തെ മാറ്റി നമ്മുടെ ആത്മസ്വഭാവമുള്ളവരാക്കി തീർക്കും. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാക്കി നമ്മൾ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മളെ ദിവ്യ സ്വഭാവത്തിനെ കൂട്ടാളികളാക്കി വളർത്തിക്കൊണ്ടിരിക്കും. ദിവസേന പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ, നമ്മുടെ സ്വഭാവത്തെ, പാപസ്വഭാവത്തെ മരിപ്പിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങളെല്ലാം ദിവസേന മരിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മെ കറയും കളങ്കവുമില്ലാത്ത മണവാട്ടിയാക്കി ഒരുക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ ആത്മീയ ജീവിതമില്ല. പരിശുദ്ധാത്മാവില്ലാതെ പാപത്തിന്മേൽ ജയമില്ല. പരിശുദ്ധാത്മാവില്ലാതെ പാപബോധമില്ല. പരിശുദ്ധാത്മാവില്ലാതെ നമ്മുടെ സ്വഭാവം മാറുകയില്ല. പരിശുദ്ധാത്മാവില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ പാപസംബന്ധമായി മരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്രിസ്തുവിനുള്ളവരാണ്
ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണ് അവൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത്. എണ്ണയുള്ളവർ, ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവർ, ഉള്ളിലെ ആത്മാവിൻ്റെ ദീപം തെളിഞ്ഞിരിക്കുന്നവർ മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുന്നത്. 10 കന്യകമാരുടെ ഉപമയിൽ ബുദ്ധിയില്ലാത്ത 5 കന്യകമാരെക്കുറിച്ച് അവരെന്തെങ്കിലും പാപം ചെയ്തതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നില്ല. അവരുടെ വിളക്ക് കത്തിയിരുന്നു. അവരുടെ ആത്മാവിൽ ജീവനുണ്ടായിരുന്നവർക്ക്, അവർ ദൈവമക്കളായിരുന്നു, അവർ ഒരുങ്ങിയിരുന്നവരായിരുന്നു, അവർ കാത്തിരുന്നവരായിരുന്നു, അവരും ദീപം തെളിച്ചവരായിരുന്നു. എന്നാൽ നിർണായക സമയത്ത് അവരുടെ ദീപം കെട്ടുപോയി. അവർ ആത്മാവില്ലാത്തവരായി, എണ്ണയില്ലാത്തവരായി തീർന്നു. ദൈവത്തിൽ നിന്നും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളതായ ശബ്ദം കേൾക്കേണ്ടി ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ആത്മാവിനെ അളവ് കൂടാതെ പകരുന്നവരാണ്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ നിന്നുകൊണ്ട് യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു അവനത് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ നമുക്ക് നൽകും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ആത്മാവിനെ പകരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നു വരും. നമുക്ക് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മാവിന് വേണ്ടി ദാഹിക്കാം, ആത്മാവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അളവ് കൂടാതെ നമ്മളിലേക്ക് പകരപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.